A+2 സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. നമ്മുടെ നാട്ടിൽ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും പല വിഷയങ്ങളും കോടതിയിലാണ്. കോടതിയുടെ തക്കതായ ഇടപെടൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും രമ്യമായി പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഭൂമി തരംമാറ്റം എന്ന വിഷയം, അതുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇന്നും ഒരു കീറാമുട്ടി തന്നെയാണ്. പല കാര്യങ്ങളും സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയെങ്കിലും ഇപ്പോഴും പൂർണ്ണമായി അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. ഇന്നൊരു പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൽ ആദ്യമായി നിങ്ങൾ അറിയേണ്ട ഒരു വിഷയം, നിങ്ങളുടെ ഭൂമിയിൽ, ഭൂമി എന്ന് പറഞ്ഞാൽ പുരയിടം എന്ന് നമുക്ക് പറയാം, ആ ഭൂമിയിൽ വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭൂമി നികത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ലഭിക്കേണ്ട ഉത്തരം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ആദ്യം പറയാം. കേസിൻ്റെ പശ്ചാത്തലം, ഇത് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു കേസാണ്. കീരിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവത്തിനെ തുടർന്ന് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്ന വിഷയം ഹൈക്കോടതി എങ്ങനെ തീർപ്പാക്കി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് പങ്കുവെക്കുന്നത്. ഈ ആലപ്പുഴ കീരിക്കാട് വില്ലേജ് ഓഫീസർ അവിടെ ഒരു സ്ഥലം മണ്ണിട്ട് നികത്തിയപ്പോൾ അത് തടഞ്ഞുകൊണ്ടുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. സ്റ്റോപ്പ് മെമ്മോ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്, റവന്യൂ വിഭാഗത്തിൻ്റെ ഉത്തരവാണ് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ ആയി കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തപ്പോൾ ഈ കക്ഷി ഇത് കൊടുക്കുന്നതിന്, അതായത് ഇത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വില്ലേജ് ഓഫീസർ ഇദ്ദേഹത്തിനെ ബന്ധപ്പെട്ട് വിവരം ചോദിച്ചു. അദ്ദേഹം കൃത്യമായും പറഞ്ഞു, എൻ്റെ ഭൂമിയിൽ വെള്ളക്കെട്ട് ഉണ്ട്, ശരി തന്നെയാണ്, അത് നികത്തി നിരപ്പാക്കുന്നതിന് വേണ്ടി, എൻ്റെ പുരയിടം നിരപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭൂമി BTR എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഭൂമി രജിസ്റ്ററിനെയാണ് BTR എന്ന് പറയുന്നത്, ബേസിക് ടാക്സ് രജിസ്റ്റർ എന്ന് പറയും. ഈ BTRൽ എൻ്റെ ഈ ഭൂമി പുരയിടമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് നികത്താം. ഈ വാദഗതി വില്ലേജ് ഓഫീസർ സമ്മതിച്ചില്ല. തുടർന്ന് മെമ്മോ കൊടുത്തു, സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ഇതിനെതിരെ ഈ കക്ഷി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഇപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞത്, BTRൽ ഈ ഉള്ള ഭൂമി അത് പുരയിടം ആണെങ്കിൽ ആ പുരയിടം മണ്ണിട്ട് നികത്താം. വെള്ളക്കെട്ട് അവിടെ ഉണ്ടെങ്കിലും നികത്താം. കാരണം BTRൽ പുരയിടം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെൽവയലാണെന്നോ തണ്ണീർത്തടമാണെന്നോ ഈ ബേസിക് ടാക്സ് രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉടമസ്ഥന് മണ്ണിട്ട് നികത്താം. അല്ലാതെ വില്ലേജ് ഓഫീസർക്ക് ഇത്തരം മണ്ണിട്ട് നികത്തലിനൊക്കെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല. ഇത്തരം ഭൂമി രജിസ്റ്ററിൽ എന്താണോ, നെൽവയലാണോ, ശരി, മെമ്മോ കൊടുക്കാം. തണ്ണീർത്തടമാണോ, ശരി, മെമ്മോ കൊടുക്കാം. ഡേറ്റാ ബാങ്കിലുണ്ടോ, ശരി, മെമ്മോ കൊടുക്കാം. അവിടെയൊക്കെ മണ്ണിട്ട് നികത്തുകയാണെങ്കിൽ വിത്ത് പെർമിഷനോടുകൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അല്ലാത്ത പക്ഷം നമുക്ക് ഇതിന് തീർച്ചയായും തന്നെ നമുക്ക് സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇത് നികത്താം. കാരണം BTR നമുക്ക് നമ്മുടെ പുരയിടത്തിന് സേഫായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുരയിടം എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വെള്ളക്കെട്ടും ഈ തണ്ണീർത്തടമൊന്നുമല്ല. അതിനെ സംബന്ധിച്ചും ഹൈക്കോടതിയുടെ നിരവധി റൂളിങ്സ് ഉണ്ട്. അത് മറ്റ് എപ്പിസോഡുകളിലേക്ക് പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വിഷയമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു ഉത്തരവായതുകൊണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നു എന്നേ ഉള്ളൂ. സ്ഥലത്ത് വെള്ളക്കെട്ടാണ് എന്ന് വളരെ സ്ട്രോങ് ആയി തന്നെ ഈ കേസിനെതിരെ പ്രോസിക്യൂട്ടർ വാദിച്ചതാണ്, സർക്കാർ വാദിച്ചതാണ്. പക്ഷേ അതൊന്നും തന്നെ ഹൈക്കോടതി സ്വീകരിച്ചില്ല. ജസ്റ്റിസ് വിജു എബ്രഹാമാണ് ഈ ഉത്തരവ് നൽകിയത്. ഈ പ്രോസിക്യൂഷൻ്റെ വാദമെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ റിട്ട് ഫയൽ ചെയ്ത വ്യക്തിയുടെ
വാദം ശരിവെച്ചുകൊണ്ട് അദ്ദേഹം വാദിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് വാദിച്ചു. അങ്ങനെ അത് ശരിവെച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ എപ്പോഴെങ്കിലും ഭൂമി നികത്തുമ്പോൾ നിങ്ങൾ BTRൽ നിങ്ങളുടെ ഭൂമി പുരയിടം, BTRൽ പുരയിടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടാക്സ് റെസിപ്റ്റിലും പുരയിടം എന്ന് തന്നെ രേഖപ്പെടുത്തി വരും. നിലമെന്നോ അല്ലെങ്കിൽ നഞ്ചയെന്നോ വയലെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല നിങ്ങളുടെ ടാക്സ് റെസിപ്റ്റിൽ. കൺഫേം ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നും കൂടി വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവിടുത്തെ BTR രജിസ്റ്റർ പരിശോധിച്ച് സർവേ നമ്പറുമായിട്ട് കൊണ്ടുപോകണം. സർവേ നമ്പർ അങ്ങനെ ഒരു നെൽവയലാണെന്നോ തണ്ണീർത്തടമാണെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് മണ്ണിട്ട് നികത്താം. അല്ലാതെ വെള്ളക്കെട്ട് നികത്തുന്നതിന് നിങ്ങൾ മണ്ണിടുന്നതിന് ഒരു നിയമവും എതിരല്ല. പക്ഷേ ബേസിക് ടാക്സ് രജിസ്റ്ററിൽ അത് പുരയിടം ആയിരിക്കണം. അവിടെ പുരയിടത്തിൽ വെള്ളക്കെട്ടൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആ വെള്ളക്കെട്ടൊക്കെ നികത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. തണ്ണീർത്തടമാണെങ്കിൽ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ. അതുകൊണ്ട് വെള്ളക്കെട്ടുകളെല്ലാം തണ്ണീർത്തടമാണെന്ന് കരുതി ആരും പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ നിരവധി ഉത്തരവുകൾ ഹൈക്കോടതിയിൽ നിന്നുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പലരും പേടിച്ച് മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധയിൽ വരുന്നതിലാണ് ഇന്ന് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആലപ്പുഴ സംഭവമാണ്. ഇതിൻ്റെ കുറച്ചുകൂടി വിശദവിവരം ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പറയുകയും ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും സമയക്കുറവ് നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ്, സമയം കൂടുതൽ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെല്ലാം ഒന്ന് ക്രിസ്പാക്കുന്നത്. എന്തായാലും ഇത്തരം വിവരങ്ങൾ, പ്രത്യേകിച്ച് ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ടതും ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ടതും നിരവധി എപ്പിസോഡുകൾ വന്നിട്ടുണ്ട്. ഇനിയും തുടർന്ന് ഇത്തരം വിവരം അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല, അറിയേണ്ട മറ്റ് കാര്യങ്ങളെല്ലാം അറിയണമെന്നുള്ളവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ വിഷയം അറിയണമെന്നുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വേണം. കാരണം നിരവധി എപ്പിസോഡുകളായി ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി എപ്പിസോഡുകളായി കഴിഞ്ഞിട്ടുണ്ട് ഈ ചാനൽ. അത് പഴയ എപ്പിസോഡുകളൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്ലേലിസ്റ്റിൽ പോയതിനു ശേഷം ഈ ചാനലിലെ പ്ലേലിസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടന് സമീപം തന്നെ പ്ലേലിസ്റ്റ് എന്ന് കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ എപ്പിസോഡും കാണാം. ഏകദേശം 40-ൽ പരം എപ്പിസോഡ് ഭൂമി തരം മാറ്റവുമായി മാത്രം ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോമുകൾ, വിശദവിവരങ്ങൾ, എങ്ങനെ അപേക്ഷിക്കണം തുടങ്ങിയ എല്ലാ വിവരങ്ങളുമുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം. താല്പര്യമുള്ളവർ മതി കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഓടി പ്ലേലിസ്റ്റിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമുള്ളവർ അതാത് വിഷയങ്ങളെ സംബന്ധിച്ച് ഓരോ പ്ലേലിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് റൂൾസിന് പ്രത്യേക പ്ലേലിസ്റ്റുണ്ട്. അതിലും ഉണ്ട് 60-ൽ പരം എപ്പിസോഡുകൾ ബിൽഡിംഗ് റൂൾസിൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ച്. പുതിയതായിട്ട് വരുന്ന എപ്പിസോഡുകളും അതേ പ്ലേലിസ്റ്റിലേക്ക് പോവുകയും ചെയ്യും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാലും നിങ്ങൾക്ക് ഓരോ എപ്പിസോഡുകൾ കാണാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും എളുപ്പത്തിൽ പർട്ടിക്കുലർ സബ്ജക്റ്റ് തന്നെ നിങ്ങൾക്ക് അറിയാനും കഴിയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി നിങ്ങൾ ഇനേബിൾ ചെയ്താൽ അതാത് ദിവസം 6 മണിക്കുള്ള എപ്പിസോഡ് ഏതാണെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ട് കാണാം. ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.